ഹലോ സുഹൃത്തുക്കളെ, പുതിയ SCERTയുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ലെസൺ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന ലെസണിലേക്കാണ് പോകുന്നത്. നമ്മൾ കേരള ജോഗ്രഫി പുതിയ SCERT കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പുതിയ SCERT കംപ്ലീറ്റ് ചെയ്തു. ലെസൺ വായിച്ചു പഠിക്കലില്ല, ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് ക്ലാസ്സിൽ തന്നിട്ടുള്ളത്. അപ്പൊ കേരള ജോഗ്രഫിയും കഴിഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞു, ബയോളജി 13 ലെസണും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് എടുക്കുന്ന ടോപ്പിക്, ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ലെസൺസ് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇവിടെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ഉണ്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അത് ഇവിടെ കൊടുത്തിട്ട് വായിക്കുന്നില്ല. ഇത്രയും ലെസൺ ആണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കേണ്ടുന്ന 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ലെസൺസിൽ വരുന്നത്. അതിൽ ഇന്നത്തെ ടോപ്പ് ലെസൺ ഇതാണ് കേട്ടോ, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ്. ഓർഡർ ആയിട്ട് നമുക്ക് വേഗം എടുത്തു പോകാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് എന്താകും? ഏപ്രിൽ പകുതി ആകുമ്പോഴേക്കും ഈ ഫുള്ള് കഴിയും. മനസ്സിലായി? അങ്ങനെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര കുറവാണ്. ചിലപ്പോൾ ഞാൻ ഇന്ത്യൻ ജോഗ്രഫിയോട് കൂടിയിട്ട് തന്നെ SCERT എടുക്കല് നിർത്തേണ്ട കണ്ടീഷനിലേക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും SCERT ഇന്ത്യൻ ജോഗ്രഫി തുടങ്ങി വെച്ചതില്ല, അതുകൊണ്ട് പകുതി വെച്ച് നിർത്താൻ പാടില്ല. അതുകൊണ്ട് ഇത് മുഴുവൻ തീർക്കും. എന്നിട്ട് വ്യൂസ് ഇല്ലെങ്കിൽ പിന്നെ പുതിയ SCERT ഏതാണ്, എക്കണോമിക്സും വേൾഡ് ജോഗ്രഫിയും ഹിസ്റ്ററികളൊന്നും എടുക്കുന്നതിലേക്ക് ചിലപ്പോൾ പോകാൻ സാധ്യത കുറവാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. അതില് നോക്കാം, തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെ? അപ്പൊ ഏതായിരിക്കും ട്രാൻസ്പോർട്ട്? 5ാം ക്ലാസ് ആണ്. 5ാം ക്ലാസ് ആണ്. അപ്പോ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട രീതിയിലായിരിക്കും ആ ലെസൺസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഓട്ടിച്ചു വിടേണ്ട ഭാഗങ്ങൾ ഓട്ടിച്ചു വിടുക, പഠിക്കാൻ ഇരിക്കേണ്ട ഭാഗങ്ങൾ ഇരുത്തി വായിക്കേണ്ടവ ഇരുത്തി വായിക്കുക തന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കാൻ ബസ്സിൽ പോകാൻ പറ്റുമോ? ട്രെയിനിൽ പോകാൻ പറ്റുമോ? പറ്റില്ല, എയർ ആംബുലൻസ് ആണ്. മനസ്സിലായോ? അതേപോലെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു തീരദേശം ഇപ്പൊ മഴക്കാലത്തൊക്കെ മുന്നറിയിപ്പ് നൽകാൻ ആശയവിനിമയ സംവിധാനങ്ങളായ പത്രങ്ങള്, റേഡിയോ, ടെലിവിഷൻ, ഓൺലൈൻ മാധ്യമം, സമൂഹ മാധ്യമങ്ങൾ വഴി അല്ലെ. ഇനി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പെട്ടെന്ന് സാധ്യമായത് എങ്ങനെയാണ്? ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം പെട്ടെന്ന് സാധ്യമായത്. ഇനി അതേപോലെ സ്റ്റാമ്പുകളിൽ അല്ലെ, വിവിധ കാലഘട്ടങ്ങളിലെ ഗതാഗത വികാസത്തെ കുറിച്ചിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ്. അതില് ചില സ്റ്റാമ്പുകളിൽ പല്ലക്കിന്റെ പഴയകാല വാഹനങ്ങള് അല്ലെ, പഴയകാല വാഹനങ്ങൾ ഇന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ പഴയകാല വാഹനങ്ങളെയൊക്കെ കാണിക്കാൻ സ്റ്റാമ്പുകളിൽ ഇതാക്കാറുണ്ട്. സ്കൂൾ റിക്ഷ, സൈക്കിൾ റിക്ഷ, ബസ്, ഡബിൾ ഡെക്കർ ബസ്, കാറ്. ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ഏതൊക്കെ കാര്യങ്ങൾക്ക് വാഹനങ്ങൾ ഉപയോഗിക്കും. ഇപ്പൊ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഇങ്ങനെയുള്ളതൊന്നും വായിച്ചു കൊടുക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒറ്റ ഓട്ടിക്കൽ വായിച്ചാൽ മതി കേട്ടോ. വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ അങ്ങനെയായിരിക്കും നമ്മൾ ആദ്യമൊക്കെ ഈ വാഹനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കാൽനടയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, തലച്ചുമടായിട്ടും മൃഗങ്ങളുടെ പുറത്തും ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ അതിന് പരിമിതികൾ ഉണ്ടായിരുന്നു അല്ലെ. അന്നത്തെ വാഹനങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനൊന്നും കഴിഞ്ഞിരുന്നില്ല. കാൽനടയായിട്ട് പോകുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ ഒരു ആരോഗ്യത്തിനനുസരിച്ചിട്ടല്ലേ പറ്റുള്ളൂ. അതുപോലെ മനുഷ്യാധ്വാനം കൂടുതലായിരുന്നു, കാലതാമസം നേരിട്ടു, യാത്രകൾ ദുഷ്കരമായിരുന്നു അല്ലെ. അതേപോലെ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ പിക്ചർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എന്തെല്ലാം വിവരങ്ങളാണ് ആ പഴയകാല വാഹനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയി അല്ലെ. അതുപോലെ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയി. മനുഷ്യർ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികളിൽ അല്ലെ, കാളവണ്ടികളിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലെ. അതേപോലെ മനുഷ്യർ യാത്ര ചെയ്തതോടൊപ്പം സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതേപോലെ ചക്രങ്ങൾ പുതിയതായിട്ട് പിന്നെ എന്ത് വന്നു? ചക്രങ്ങളുടെ കണ്ടുപിടുത്തം വന്നു അല്ലെ. അതുകൊണ്ട് എന്തായി? സഞ്ചാരം വേഗത്തിലായി, കൂടുതൽ ദൂരം സഞ്ചരിക്കാം, അധ്വാനഭാരം കുറഞ്ഞു, ഭാരം നീക്കം എളുപ്പത്തിലായി, കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാം. അതേപോലെ ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്കുള്ള ഗതാഗത പുരോഗതിയെ കുറിച്ചിട്ട് നോക്കാം. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് ഉപയോഗിച്ചത്. അതേപോലെ ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗിച്ചു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ വന്നു. പിന്നെ മനുഷ്യരെയും ചരക്കുകളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാൻ സാധിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റം. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, വായിക്കേണ്ട ആവശ്യമാണെന്ന് അറിയേണ്ട ആവശ്യമില്ല, ചോദ്യങ്ങളൊന്നും വരില്ലായിരുന്നു. ഇനി പ്രധാനപ്പെട്ട ഗതാഗത മാർഗങ്ങൾ ഏതെല്ലാം? കരഗതാഗതം, ജലഗതാഗതം, വ്യോമ ഗതാഗതം അല്ലെ. അതില് പ്രധാനപ്പെട്ട കര ഗതാഗതം, റോഡ് ഗതാഗതവും റെയിലും അല്ലെ. കരയിലൂടെ പോകുന്നത് ഏതാ? റോഡും റെയിലുമാണ്. ഇനി പ്രധാനപ്പെട്ട ജലഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഉൾനാടൻ ജലഗതാഗതവും കടൽ സമുദ്ര ജലഗതാഗതം. ഇനി പ്രധാന വ്യോമഗതാഗതം, ദേശീയ വ്യോമഗതാഗതം, അന്തർദേശീയവും. ഇനി
നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട റോഡുകൾ ഏതെല്ലാമാണ്? ഗ്രാമീണ പാതയുണ്ട്, സംസ്ഥാന പാതയുണ്ട്, ദേശീയപാതയുണ്ട്, എക്സ്പ്രസ് ഹൈവേകളുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. പഠിക്കണം കേട്ടോ, ഇതൊക്കെ ചോദ്യങ്ങൾ വരും. ലോകത്തിലെ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇനി പഴയകാല വാഹനങ്ങളുടെ ഓരോരോർക്ക് കൊടുത്തിട്ടുണ്ടാക്കി വിടാം. റോഡ് ഗതാഗതത്തിന്റെ മേന്മകൾ താരതമ്യേന ചെലവ് കുറവാണ്. എല്ലാ റോഡ് ഗതാഗതത്തിന്റെ മേന്മകൾ ചോദിച്ചിട്ടില്ല. ജലഗതാഗതത്തിന്റെ മേന്മകൾ പ്രീവിയസ് ആയിട്ട് ചോദ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി റോഡ് ഗതാഗതത്തിന്റെ മേന്മ എന്ന് പറയുമ്പോൾ താരതമ്യേന ചെലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകും, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. അപ്പൊ ഈ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് ഇറങ്ങണമെങ്കിൽ റോഡ് ഗതാഗതം തന്നെ വേണം അല്ലെ. സൗകര്യപ്രദമാണ്, വിവിധോദ്ദേശ സേവനങ്ങളുണ്ട്, ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗം ഒക്കെ റോഡ് ഗതാഗതം കൊണ്ട് സാധ്യമാകും. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം അല്ലെ. ട്രെയിനിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താം അല്ലെ. അതുപോലെ റെയിൽവേ സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? ചോദ്യം വരും. റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ബ്രിട്ടനിലാണ് കേട്ടോ. എവിടെയാണ്? ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് എന്നാണ്? 1825. മനസ്സിലായോ? 1825 കേട്ടോ. അപ്പൊ ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതണം ജോർജ് സ്റ്റീഫൻസൺ. മറ്റുള്ള ഗതാഗത മാർഗത്തിൽ നിന്ന് റെയിൽ ഗതാഗതത്തിനുള്ള വ്യത്യാസം എന്താണ്? വേഗത കൂടുതലാണ്, കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളും, മെട്രോ റെയിൽ സംവിധാനം റോഡ് ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്നില്ല. അതേപോലെ വിവിധ കാലഘട്ടങ്ങളിൽ തീവണ്ടികളുടെ കൽക്കരി കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്, പ്രത്യേക ട്രാക്കിലൂടെ കുതിരകൾ വലിച്ചു പോകുന്ന വണ്ടിയുണ്ട്, യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന കൽക്കരി തീവണ്ടിയുണ്ട്, ഡീസൽ പ്രവർത്തിക്കുന്ന വണ്ടിയുണ്ട്, ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്, ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബോംബെ ആണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെയിലാണ്, ഇപ്പോഴത്തെ മുംബൈയിലെ. മുംബൈ മുതൽ താനെ വരെ 1853 ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽപാത ആരംഭിച്ചത് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ആരംഭിച്ചത് എപ്പോഴാണ്? 1853. എത്ര പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ ക്വസ്റ്റ്യൻ. 1853 ബോംബെ മുതൽ, അതായത് ഇന്നത്തെ മുംബൈ, ബോംബെ മുതൽ താനെ വരെ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. രണ്ടും പഠിക്കണം. 1853 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ ടു താനെ വരെ. എന്നാൽ കേരളത്തിൽ 53 കഴിഞ്ഞ് 61. അപ്പൊ എത്ര വർഷം കഴിഞ്ഞു? 8ാമത്തെ വർഷത്തിൽ. 8ാമത്തെ വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 ആരംഭിക്കുന്നത്. ഇനി റെയിൽ ഗതാഗതത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? റെയിൽ പറയുമ്പോൾ അതൊരു ഗതാഗത മാർഗമാണ്, കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കും, കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും, ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന ട്രെയിനിൽ ഒരുപാട് ഇല്ലേ ഗുഡ്സ് വണ്ടികളൊക്കെ വരുന്നത് എന്താ? ഫുൾ ചരക്ക് സാധനങ്ങളാണ് അല്ലെ. അതുപോലെ കാർഷിക വിപണി വ്യാപകമാക്കി കാർഷിക മേഖലയെ സഹായിക്കുന്നു, വ്യാപാരത്തിന്റെ വികാസത്തിന്, മാനവവിഭവശേഷിയുടെ ചലനാത്മക വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. കേരളത്തിൽ റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കിയും വയനാടും കേട്ടോ. കേരളത്തിൽ റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കിയിലും വയനാടും. എന്തില്ല? റെയിൽ ഗതാഗതം ഇല്ല. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത്? സഞ്ചരിക്കാൻ, സാധനങ്ങൾ കൊണ്ടുപോകാൻ, മത്സരങ്ങൾക്ക്, വിനോദസഞ്ചാരത്തിന്, മത്സ്യബന്ധനത്തിന്. ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ജലഗതാഗത മാർഗം കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ചത്. ജലഗതാഗതത്തിനായി ആദ്യകാലത്ത് മനുഷ്യർ ഉപയോഗിച്ചത് ഒറ്റത്തടിയും ചങ്ങാടങ്ങള്, മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയിട്ടാണ് തോണികൾ നിർമ്മിച്ചത്. പിന്നീട് പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പുകളും നിർമ്മിച്ചു. വിവിധ ജലഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഉൾനാടൻ ജലഗതാഗതമുണ്ട്, സമുദ്ര ജലഗതാഗതമുണ്ട് അല്ലെ. ഉൾനാടനും ഉണ്ട്, സമുദ്ര ജലഗതാഗതം. അതിൽ ഉൾനാടൻ ജലഗതാഗതത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പുള്ള പ്രധാനപ്പെട്ട മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശത്താണ് പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായിട്ട് കനാലുകൾ നിർമ്മിച്ചു. ഇനി സമുദ്ര ജലഗതാഗതം മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതമാണ്. സമുദ്ര ഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയും ആണ്. ജലഗതാഗതത്തിന്റെ മേന്മകൾ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. താരതമ്യേന ചെലവ് കുറവാണ്. പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. താരതമ്യേന ചെലവ് കുറവാണ് ജലഗതാഗതം, മലിനീകരണം കുറവാണ്, ചരക്ക് സംവഹന ശേഷി, വിദേശ വ്യാപാരം ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കനാലുകളാണ് കനോലി കനാലും പാർവതി പുത്തനാറും കേട്ടോ. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കനാലുകളാണ് കനോലി കനാല്, പാർവതി പുത്തനാറ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. സമുദ്രതീരത്ത് കപ്പൽ അടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം.
സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്നത് അല്ലെ. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് വിഴിഞ്ഞം അതുപോലെ കൊച്ചി കേട്ടോ. 2 തുറമുഖങ്ങൾ, വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരത്ത് എവിടെയാണ്? നെയ്യാറ്റിൻകര താലൂക്കിൽ. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി തുറമുഖം എറണാകുളം. നിങ്ങൾക്ക് പരിചയമുള്ള ജലഗതാഗതം: വള്ളം, ബോട്ട്, ഫൈറ്റ് ബോട്ട്, സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട്, പായ്ക്കപ്പല്, കപ്പല്. മനുഷ്യൻ ആകാശയാത്രയ്ക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്തെല്ലാമാണ്? ചൂടുവായു നിറച്ച ബലൂണ്, സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ, വലിയ ബലൂണുകൾ നിറച്ച ആകാശ കപ്പലുകൾ നിർമ്മിച്ചു പാരച്യൂട്ട്. ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം ആരൊക്കെയാണ്? ഇന്ന് കാണുന്ന, അതായത് ആദ്യമായിട്ട് വിമാനം നിർമ്മിച്ചത് ആരാ? അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ് ആൻഡ് വിൽബർ റൈറ്റ്. നമ്മൾ എങ്ങനെയാ പറയാ? റൈറ്റ് സഹോദരന്മാർ എന്ന് പറയില്ലേ. വിമാനത്തിന്റെ നിർമ്മിച്ചത് ആരാണ്? റൈറ്റ് സഹോദരന്മാർ എന്നാണ് പറയുക കേട്ടോ. ഓർവിൻ റൈറ്റും വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരായ റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ 1 ആണ് കേട്ടോ. റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിന്റെ പേരാണ് ഫ്ലയർ 1. ഫ്ലയർ 1 എപ്പോഴാണ് പറന്നിരുന്നത്? അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ മാസം 17-നാണ്. 1903 ഡിസംബർ മാസം 17-നാണ് റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച ഫ്ലയർ 1 അമേരിക്കയിലെ കരോലിനയിൽ നിന്ന് പറന്നുയർന്നത്. ഏതൊക്കെ തരം വിമാനങ്ങളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്? ഹെലികോപ്റ്റർ ഉണ്ട്, ജെറ്റ് ഉണ്ട്, യാത്രാ വിമാനങ്ങളുണ്ട്, സൂപ്പർസോണിക് വിമാനങ്ങളുണ്ട്. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം വ്യോമഗതാഗതമാണ്. വ്യോമഗതാഗതത്തിന്റെ മേന്മകൾ: വേഗതയേറിയതാണ്, വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു, ദേശീയ പ്രതിരോധത്തിന് പ്രയോജനപ്പെടുത്തുന്നു. വിനോദസഞ്ചാരത്തിനും വാണിജ്യത്തിന്റെ വ്യാപനത്തിനും പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താനും ഒക്കെ വ്യോമഗതാഗതം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾക്കും പരിമിതമായ പാർക്കിംഗ് സൗകര്യം, കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു, വർദ്ധിച്ച ഗതാഗതക്കുരുക്ക്, വായു മലിനീകരണം, ശബ്ദ മലിനീകരണം. അല്ലെ. എന്താണ് ആശയവിനിമയം? ഒരിടത്തു നിന്ന് ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് കൈമാറുന്നതാണ് ആശയവിനിമയം. ആശയവിനിമയം നമുക്ക് എങ്ങനെയൊക്കെ നടത്താം? സംഭാഷണത്തിലൂടെ, റേഡിയോയിലൂടെ, ടെലിവിഷനിലൂടെ, എഴുത്തിലൂടെ, ഫോണിലൂടെ, വർത്തമാന പത്രങ്ങളിലൂടെ, ഇന്റർനെറ്റ് വഴി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളോട് ഈസി ആയിട്ട് വായിച്ചു പോകും കേട്ടോ. അതുപോലെ ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെയായിരിക്കും ആശയങ്ങൾ കൈമാറിയിട്ടാം? ആംഗ്യങ്ങളിലൂടെ, പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച്, ശരീര മുഖചലനങ്ങളിലൂടെ, തീയും പുകയും അടയാളമായി ഉപയോഗിച്ച ചിഹ്നങ്ങൾ ഉപയോഗിച്ച ചിത്രങ്ങളിലൂടെ. ആദ്യമായി എഴുത്ത് വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. പ്രീവിയസ് ചോദ്യമാണ്. എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. സുമേറിയക്കാർ വികസിപ്പിച്ച ലിപിയുടെ പേരെന്താണ്? ക്യൂണിഫോം ലിപിയാണ് കേട്ടോ. സുമേറിയക്കാർ വികസിപ്പിച്ച ലിപി ക്യൂണിഫോം ലിപി. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക് കേട്ടോ. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഹൈറോഗ്ലിഫിക്. സുമേറിയക്കാരുടേതാണ് ക്യൂണിഫോം. പഠിക്കണം. സുമേറിയക്കാരുടേതാണ് ക്യൂണിഫോം, ഈജിപ്തുകാരുടേതാണ് ഹൈറോഗ്ലിഫിക്. അതുപോലെ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ശിലകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂർത്ത കല്ലുകള്, ചെമ്പ്, തകിട്, താഴിയോലകള്. ഇനി ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറാൻ എന്താ? പത്രം, കത്ത്, റേഡിയോ, ഫോൺ, ടെലിവിഷൻ, ഓൺലൈൻ സംവിധാനങ്ങളൊക്കെയാണ്. വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്ന മുഖ്യമായും വ്യക്തിഗത ആശയവിനിമയമുണ്ട്, ബഹുജന ആശയവിനിമയമുണ്ട്. എന്താണ് വ്യക്തിഗതം? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ്. എന്താ? ഇൻലാൻഡ്, ടെലഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീൻ, ഇന്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ. ഇതൊക്കെ എന്താ? ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക്. എന്നാൽ ബഹുജനം പറയുമ്പോൾ ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. അതിനെന്താ? വർത്തമാന പത്രങ്ങൾ അല്ലെ. ഒരാൾ മാത്രമാണ് പത്രം വായിക്കുന്നത്? അല്ല. ഒരാളാണ് റേഡിയോ കേൾക്കുന്നില്ല. ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗങ്ങൾ, തെരുവ്, നാടകം അല്ലെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെസൺ കഴിഞ്ഞു, ഗതാഗതം ആശയവിനിമയത്തിനായി എന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ലെസൺ ആയിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം, ലൈക്ക് ചെയ്യാം, താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു.